ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തുന്നു. ഔദ്യോഗിക പ്രഖ്യാപനമെത്തി. 2034 ഫുട്ബോൾ ലോകകപ്പ് സൗദി അറേബ്യയിൽ. 2034 ഫിഫ ലോകകപ്പിന് സൗദി അറേബ്യ വേദിയാവുമെന്നും ഫിഫ പ്രഖ്യാപനം വന്നതിനു പിന്നാലെ സൗദി ജനത ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടു. 2034 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള മത്സരത്തിൽ സൗദി അറേബ്യയ്ക്ക് എതിരാളികളില്ലായിരുന്നു. ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള ക്രമീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഓഫറുകളും തയ്യാറാക്കി സൗദി അറേബ്യ സമർപ്പിച്ച ഫയലിന് 500-ൽ 419.8 റേറ്റിംഗാണ് ലഭിച്ചതെന്ന് ഫിഫ വ്യക്തമാക്കി. 2022 ഖത്തർ ഫിഫ ലോകകപ്പിന് വേദിയായതിനു ശേഷം പശ്ചിമേഷ്യയിൽ ഫുട്ബോൾ മാമാങ്കത്തിന് സൗദി അറേബ്യ വേദിയാവുമെന്നാണ്. ആയതിനാൽ മേഖലയ്ക്ക് വീണ്ടും കായിക ഭൂപടത്തിൽ മെച്ചപ്പെട്ട ഇടം ലഭിക്കാൻ സഹായകമാകും. നാം ഒരുമിച്ച് വളരുന്നു എന്ന പ്രമേയത്തിലാണ് ലോകകപ്പ് ആതിഥേയത്വത്തിനുള്ള ഫയൽ കിരീടാവകാശി പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ സൗദി അറേബ്യ സമർപ്പിച്ചത്. ന്യൂനത രൂപകൽപ്പനകളും സജ്ജീകരണങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം അത്ഭുതകരമായ സ്റ്റേഡിയങ്ങൾ സൗദി അറേബ്യയുടെ ഫയലിൽ ഉൾപ്പെടുന്നുണ്ട്. അത് ഫിഫ സാങ്കേതിക റിപ്പോർട്ട് വ്യക്തമാക്കി. ലോകകപ്പിനായി സൗദി അറേബ്യ തയ്യാറാക്കുന്ന സ്റ്റേഡിയങ്ങൾ പുനരുപയോഗ ഊർജം മുതൽ പുനരുപയോഗിക്കാവുന്ന നിർമ്മാണ സാമഗ്രികൾ വരെ ഭാവിയിൽ സ്റ്റേഡിയ രൂപകൽപ്പനകളും ഘടകങ്ങളും കൈകാര്യം ചെയ്യുന്ന രീതിയെ മാറ്റിമറിക്കുമെന്ന് ഫിഫ വിശേഷിപ്പിച്ചു. റിയാദ്, ജിദ്ദ, അൽഖോബാർ, അഹബ, നിയോം എന്നിവിടങ്ങളിൽ 15 സ്റ്റേഡിയങ്ങളാണ് ലോകകപ്പ് മത്സരങ്ങൾക്കായി സൗദി അറേബ്യ ഒരുക്കുന്നത്. ഇതിൽ 8 റിയാദിലാണ്. കിങ് സൽമാൻ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, ഗിദിയ പദ്ധതിയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ സ്റ്റേഡിയം, ദി ലൈൻ പദ്ധതികൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നിയോം സ്റ്റേഡിയം, ന്യൂ മുറബ്ബ സ്റ്റേഡിയം, റോഷൻ സ്റ്റേഡിയം, തുവൈക്ക് സ്റ്റേഡിയം, പർവ്വത കൊടുമുടികളിലൊന്നിൽ സ്ഥിതി ചെയ്യുന്ന ഗിദിയയിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ സ്റ്റേഡിയം, കിങ് ഫഹദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം, ജിദ്ദ ബലദിൽ നിർമ്മിക്കുന്ന സെൻട്രൽ ജിദ്ദ സ്റ്റേഡിയം, ജിദ്ദ കിങ്സ് അബ്ദുള്ള സ്പോർട്സ് സിറ്റി സ്റ്റേഡിയം, അറേബ്യൻ ഉൾക്കടലിൻ്റെ തീരത്ത് അൽഖോബാറിലെ സൗദി അറാംകോ സ്റ്റേഡിയം, ദക്ഷിണ സൗദിയിൽ അബഹയിലെ കിങ്സ് ഖാലിദ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം എന്നിവിടങ്ങളിലായിരിക്കും ലോകകപ്പ് മത്സരം നടക്കുക. ഉദ്ഘാടന മത്സരം, ഫൈനൽ മത്സരങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേദിയാകുന്ന കിങ് സൽമാൻസ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് 93,000-ഓളം കാണികൾ ഉൾക്കൊള്ളാനാവുക. ദി ലൈൻ പദ്ധതിയുടെ ഭാഗമായി 350-ലേറെ മീറ്റർ ഉയരത്തിലുള്ള നിയോം സ്റ്റേഡിയം ലോകത്തെ ഏറ്റവും സവിശേഷമായ സ്റ്റേഡിയമാകും. VIP-കൾ, ഇൻ്റർനാഷണൽ ഫെഡറേഷൻ ഡെലിഗേഷനുകൾ, പങ്കെടുക്കുന്ന ടീമുകൾ, മീഡിയ പ്രൊഫഷണലുകൾ, ആരാധകർ എന്നിവർക്കായി 2.30 ലക്ഷത്തിലേറെ ഹോട്ടൽ മുറികൾ, പരിശീലനത്തിനായി നിയുക്തമാക്കിയ 72 സ്റ്റേഡിയങ്ങൾ ഉൾപ്പെടെ 15 നഗരങ്ങളിലെ 132 പരിശീലക ആസ്ഥാനങ്ങൾ, റഫറിമാർക്കുള്ള 2 പരിശീലന കേന്ദ്രങ്ങൾ എന്നീ സൗകര്യങ്ങളും സൗദി അറേബ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 48 ടീമുകളുടെ പങ്കാളിത്തത്തോടെ ലോകകപ്പ് സംഘടിപ്പിക്കുന്ന ആദ്യ രാജ്യമായിരിക്കും സൗദി അറേബ്യ. ലോകകപ്പ് സംഘടിപ്പിക്കാൻ അവസരം ലഭിക്കുന്ന 4ാമത്തെ ഏഷ്യൻ രാജ്യമാണ് സൗദി അറേബ്യ. കാത്തിരിപ്പിലാണ് സൗദി ജനതകൾ. എന്നാൽ വരുന്ന 2026 ഫിഫ ലോകകപ്പ് 3 രാജ്യങ്ങളാണ് വേദിയാവുക. ഒന്ന് കാനഡയും മെക്സിക്കോയും, മറ്റൊന്ന് അമേരിക്കയും. കാത്തിരിക്കാം ഫുട്ബോൾ ലോകകപ്പിനായി. ഫുട്ബോളിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി വീണ്ടും സോക്കർ ടോക്ക് എത്തും.